എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. ഒരു കാലഘട്ടത്തിൽ മലയാളിക്ക് മുന്നിൽ വിസ്മയലോകം തുറന്ന കലാനിലയം നാടകവേദി പുനരവതരിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ കലാനിലയം മൾട്ടിനാഷണൽ കമ്പനിയായ ഏരീസ് ഗ്രൂപ്പുമായി കൈകോർത്താണ് വീണ്ടും രംഗത്തെത്തുന്നത്. രണ്ടാം വരവിൽ കലാനിലയത്തിന്റെ ആദ്യത്തെ അതിവിശാലമായ സ്റ്റേജ് നിർമ്മാണം കൊടുങ്ങല്ലൂരിൽ ആരംഭിച്ചു. സ്റ്റേജിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും നിർമ്മാണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കാൽനാട്ടുകർമ്മം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ സോഹൻ റോയ്, തിരുവഞ്ചിക്കുളം ദേവസ്വം ഓഫീസർ സുധീർ മേലപ്പാട്ട്, കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, വാർഡ് മെമ്പർ സുനിൽകുമാർ, കലാനിലയം മാനേജിംഗ് ഡയറക്ടർ അനന്ത പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു. 150-ലധികം കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരുമാണ് കലാനിലയത്തിന്റെ വേദിയിലും അണിയറയിലും പ്രവർത്തിക്കുന്നത്. അരങ്ങ് തന്നെ ഇവിടെ സജ്ജീകരിക്കാൻ പോവുകയാണ്. കലാനിലയം എന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും ആദ്യമായി നൽകുകയാണ്. ഒരുപാട് പഴയകാലത്ത് ഒരുപാട് നാടകങ്ങൾ അരങ്ങേറുകയും ഒരുപാട് കലാകാരന്മാർക്ക് തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും സാധിച്ച ഒരു പ്രസ്ഥാനത്തിന് ഇനിയും ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന നിലയിൽ ഈ സ്ഥാപനം തുടങ്ങുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇനിയും പുതിയ കലാകാരന്മാരെ സൃഷ്ടിക്കുവാനും അവരുടെ കഴിവുകൾ തെളിയിക്കുവാനും ഈ പ്രസ്ഥാനത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും. അങ്ങനെ ഒരു അടുപ്പം കൂടെ ഈ കലാനിലയമായിട്ട് ഉണ്ട്. കലാനിലയം കൃഷ്ണൻ നായർ സാറിന്റെ ഈ ഉദ്യമം അതിനിടയ്ക്ക് വളരെയധികം തളർന്നു പോകാനുള്ള കാരണം അത് ഈ സിനിമയുടെയും അതുപോലെ തന്നെ സീരിയലുകൾ, യൂട്യൂബ് ഇതിൻ്റെയൊക്കെ അതിപ്രസരണം കാരണം നാടകത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ അവസരത്തിൽ നാടകകലയെ ഉത്തേജിപ്പിക്കാൻ അനന്ത പത്മനാഭന്റെ നേതൃത്വത്തിൽ കൂടാതെ ഹാരീസ് ഗ്രൂപ്പും കൂടെ ചേർന്നപ്പോൾ ഒരു സംശയം വേണ്ട, അതൊരു വലിയ സംഭവമായിട്ട് മാറി.